ഹരിസാർ നമസ്കാരം. കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഗംഗയിലെ ജലം ആകെ മലിനമാണ്. ഈക്കോളി ബാക്ടീരിയയുടെ അളവ് വളരെയധികം, അതായത് അനുവദനീയമായതിലും ഒരുപാട് അധികമാണ് എന്ന തരത്തിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളൊക്കെയും ആഘോഷിച്ചൊരു കാഴ്ച. ഇവിടെയുള്ള ഒരുപാട് ആളുകൾ അതെടുത്ത് വെച്ച് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു. കുംഭമേളയെ ആകെ തന്നെ അപമാനിക്കുന്ന ഒരു മതവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു മതാചാരത്തിന്റെ ഒരു ബഹുമാനമൊന്നും കൊടുക്കാതെ ഇതെന്തോ സംഘികളുടെ പരിപാടിയാണ്, അല്ലെങ്കിൽ ആ BJP-യുടെയോ RSSന്റെയോ പരിപാടിയാണ് എന്ന മട്ടിലൊക്കെയായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണങ്ങൾ നടന്നത്. യഥാർത്ഥത്തിൽ RSSുമായിട്ടും BJP-യുമായിട്ടൊന്നും കുംഭമേളയ്ക്ക് ബന്ധമില്ല എന്നുള്ളതാണ്. അത് ഏത് പാർട്ടി ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും സമാജ്വാദി പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും നടക്കുന്ന കാലങ്ങളായി നടന്നു വരുന്ന ഒരു വലിയ ചടങ്ങാണ് കുംഭമേള എന്ന് പറയുന്നത്. പക്ഷേ ആ തരത്തിലായിരുന്നില്ല ഈ തവണത്തെ കുംഭമേള എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അത് പുതിയതായി പുറത്തു വരുന്ന ഇപ്പം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി. കാരണം ഈക്കോളി ബാക്ടീരിയയുടെ അളവ് അത്ര വലിയ പ്രശ്നം ഉള്ള രീതിയിൽ ഇല്ല, ഈ പ്രചരിച്ച കാര്യങ്ങൾ തെറ്റാണ് എന്ന രീതിയിൽ അവരൊരു വിശദീകരണം നൽകി. തൊട്ട് പിന്നാലെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു പഠന റിപ്പോർട്ട്, അതായത് ഗംഗയിലെ വെള്ളം ശുദ്ധമാണെന്നും അതുപോലെ തന്നെ ഗംഗയുമായി ബന്ധപ്പെട്ട് അതിലെ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ഗംഗയിൽ തന്നെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഏറ്റവും പുതിയൊരു പഠന റിപ്പോർട്ട് പുറത്തു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ വിമർശകരുടെ ആകെ വായടപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങ് ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്, ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സാർ? ശരിയാണ്. ലോക പ്രശസ്ത ബയോളജിസ്റ്റായ ഡോക്ടർ അജയ് സോങ്കാറുടെ ഒരു പഠനം, ആ പഠനം നടത്തിയിരിക്കുന്നത് ഈ ത്രിവേണി സംഗമത്തിൽ നിന്ന് എടുത്ത ജലം ഉപയോഗിച്ചിട്ടാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. ആ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം, അതായത് എനിക്ക് തോന്നുന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നത് ഞായറാഴ്ചയായിരുന്നു, കഴിഞ്ഞ ഞായറാഴ്ച, ഇപ്പോൾ 2 ദിവസമായി. അത് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ പലതിലും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ അതിന് പ്രാധാന്യം കൊടുത്തില്ല, അതുകൊണ്ട് മലയാളികൾ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഈ പഠനപ്രകാരം ഗംഗയിലെ ജലം മുങ്ങിക്കുളിക്കുന്നതിന് വേണ്ടി തികച്ചും സുരക്ഷിതമാണ്. ആരും ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ ശാസ്ത്രീയമായ കാരണമാണ്. അതായത് ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്ന ഒരു തരം സൂക്ഷ്മജീവികൾ, ഈ ബാക്ടീരിയോഫേജസ് വൈറസുകളാണ് യഥാർത്ഥത്തിൽ. ഇവ ചെയ്യുന്നത് മനുഷ്യന് ഹാനികരമായ വൈറസുകളെ ആക്രമിച്ച് അതിൻ്റെ പുറംചട്ടയുള്ള RNA തകർത്തു കളയുന്ന ഒരു സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയോഫേജസ്. ഈ ബാക്ടീരിയോഫേജസ് ലോകത്തിൽ ഏത് ശുദ്ധജല നദിയിലുള്ളതിലും 50 ഇരട്ടിയാണ് ഗംഗാ നദിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗംഗാ നദി ഇത്രയധികം മലിനീകരണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഗംഗാ നദിയുടെ തീരത്തുള്ളവർക്ക് പകർച്ചവ്യാധികൾ വരാത്തത്? ഇവിടെ മാധ്യമങ്ങൾ ഇങ്ങനെ കണ്ണും കാതും പിന്നെ വേറെ എവിടെല്ലാം പിന്നെ അംഗങ്ങളുണ്ടോ അതെല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷെ ആർക്കും ഇതുവരെ ഒരു പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് 50 കോടി 60 കോടിയോളം ജനങ്ങൾ മുങ്ങിക്കുളിച്ച ഒരു നദിയുടെ തീരത്ത് എന്തുകൊണ്ടാണ് ഇതുവരെ പകർച്ചവ്യാധിയൊന്നും പൊട്ടിപ്പുറപ്പെടാതിരുന്നത്? ചൈനയിലെ COVID-19 പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഗംഗയിൽ ഇത്രയധികം ആൾക്കാർ മുങ്ങിക്കുളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടേണ്ടതാണ്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അത് വിമർശകരും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അനുകൂലിക്കുന്നവരും നിഷ്പക്ഷർക്കും എല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ്. അതിൻ്റെ കാരണം വളരെ ശാസ്ത്രീയമായ കാരണമാണ്. നമ്മളിപ്പോൾ ഈ ദൈവാനുഗ്രഹം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഇത് സംഭവം വളരെ ലളിതമാണ്. ഈ നദിയിൽ ബാക്ടീരിയോഫേജസ് മറ്റ് ലോകത്തിലെ ഒരു നദിയിലും ഇങ്ങനെ ബാക്ടീരിയോഫേജസ് ഇല്ല. അത് ഗംഗയുടെ ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. അത് ഹിമാലയത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഗുണമാണ്. ഇത് കാരണം അവിടെ ഇത്രയധികം ആൾക്കാർ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ ഈ ബാക്ടീരിയോഫേജസിൻ്റെ എണ്ണവും തത്തുല്യമായി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവിടെ കൂടും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പകർച്ചവ്യാധികൾ വരാനുള്ള, അത്തരത്തിലുള്ള ബാക്ടീരിയകൾ പെറ്റുവരുവാനുള്ള സാഹചര്യം പരിപൂർണമായിട്ട് ഇല്ലാതാകും. അത് കാരണമാണ് ഇവിടെ ഈ ജലം കുളിക്കാൻ തീർച്ചയായിട്ടും അതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് വളരെ കൃത്യമായി പഠന റിപ്പോർട്ട് പറയുന്നത്. റിപ്പോർട്ട് പറഞ്ഞാൽ പോരല്ലോ, ആര് പറഞ്ഞു എന്നുള്ളതും ഇന്നത്തെ കാലത്തിൽ പ്രസക്തമാണ്.
അപ്പോൾ ഡോക്ടർ അജയ് ശങ്കർ എന്ന് പറയുന്ന വ്യക്തി അതിപ്രഗത്ഭനായ ജാപ്പനീസ് ബയോളജിസ്റ്റും 2016 മെഡിസിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ ആളുമായ യോഷി, അദ്ദേഹത്തിന്റെ പേര് യോഷിയോറി ഒസൂമി എന്നാണ്. യോഷിയോറി ഒസൂമിയോടൊപ്പം അദ്ദേഹത്തിന്റെ കോ റിസർച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഡോക്ടർ അജയ് ശങ്കർ. അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ശാസ്ത്ര മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അംഗീകാരം, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിക്ക് ഇനി ആരും സംശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ നിരവധി പേപ്പറുകൾ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും, സ്റ്റാൻഫോർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ റിസർച്ച് പേപ്പറുകൾ പഠിപ്പിക്കപ്പെടുകയും വിശകലനത്തിന് വിധേയമാക്കപ്പെടുകയും അതുപോലെ ലോകം മുഴുവൻ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഭാരത സർക്കാർ പത്മശ്രീ നൽകിയിട്ടുണ്ട്. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം വളരെ അധികം പ്രശംസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അജയ് ശങ്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ട് ഈ സംശയങ്ങളെയൊക്കെ ദൂരീകരിക്കാൻ പര്യാപ്തമാണെന്നാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ വിമർശകരുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, സ്വയം ശാസ്ത്രം വിദഗ്ധനാണെന്ന് പറയുന്ന സ്യൂഡോ സയന്റിസ്റ്റുകളുടെ ഒരു വലിയൊരു പ്രവാഹമാണ്, അവരുടെ ഒരു പ്രളയമാണ്. ഇപ്പം ഉദാഹരണത്തിന് ISROയിലെ ശാസ്ത്രജ്ഞന്മാര് റോക്കറ്റ് വിക്ഷേപണത്തിന് മുമ്പ് അവരൊരു വിളക്ക് കൊളുത്തിയാൽ അതിന് നിങ്ങൾ വേറെ അർത്ഥമൊന്നും കൊടുക്കണ്ട, അതൊരു കൾച്ചറൽ സിമ്പലാണ്. അത് നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചറൽ സിമ്പലാണ്. എന്തിനാണ് അമേരിക്കയിലെ ഇപ്പോൾ പിന്നെ വിവിധ മതഗ്രന്ഥങ്ങൾ തൊട്ടുകൊണ്ടാണ് അമേരിക്കയിലെ പല ആൾക്കാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം. FBI തലവനായി ഇപ്പോൾ ചുമതല ഏറ്റെടുത്ത കാഷ് പട്ടേൽ, അദ്ദേഹം ഭഗവത്ഗീതയിൽ തൊട്ടുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വന്നുവെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷേ എല്ലാ അമേരിക്കൻ മാധ്യമങ്ങളിലും വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭഗവത്ഗീതയിൽ തൊട്ടുകൊണ്ടാണ് സത്യം പ്രതിജ്ഞ നടത്തിയത്. അപ്പോൾ ഇതെന്തിനാണ് അമേരിക്കയെ പോലെ ഇത്ര വലിയ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുള്ള ഒരു രാഷ്ട്രം, എന്നാൽ പിന്നെ അമേരിക്കയുടെ ഭരണഘടനയെ തൊട്ടുകൊണ്ട് ചെയ്താൽ മതിയല്ലോ. ഇതൊക്കെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഇത് നമ്മൾ അന്ധവിശ്വാസമെന്നും വിശ്വാസമെന്നും എല്ലാം വിശ്വാസം തന്നെ. ഇപ്പം നമ്മൾ ശാസ്ത്രത്തിൽ തന്നെ കൺക്ലൂഷൻ ആദ്യം എത്തിയിട്ടാണ് പലപ്പോഴും പിന്നെ പ്രൂവ് ചെയ്യുന്നത്. പല ശാസ്ത്ര സത്യങ്ങളും ആദ്യം വിശ്വസിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പിന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മോളിക്യൂളാണ് ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീടാണ് മോളിക്യൂളിനെ വിഭജിച്ച് ആറ്റം ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാറ്റത്തിന് വിധേയമല്ലാത്ത ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ കൾച്ചറൽ സിമ്പലുകളായിട്ട് കണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഗംഗയിൽ കുളിക്കുന്നതുകൊണ്ട് ഗംഗയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് എന്തോ ദിവ്യ അത്ഭുതമാണ്, അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിൽ ദിവ്യത്വമല്ല, അതിലൊരു ശാസ്ത്രീയതയാണുള്ളത്. അതായത് ഗംഗാജലം ഇത്രയധികം പവിത്രമെന്ന് ഭാരതീയർ കരുതുന്നത് ഈ ശാസ്ത്രീയമായ ഈ സത്യം പൗരാണിക ലോകത്തിന് അനുഭവവേദ്യമായിരിക്കണം. നമ്മൾ റിസർച്ച് നടത്താതെ തന്നെ ചില കാര്യങ്ങളുടെ ഫലം നമ്മൾക്കറിയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എന്തെങ്കിലും ഒരു ചെടി, ഇപ്പം നമുക്ക് വയറുവേദന ഉണ്ടായാൽ ഇഞ്ചി ഉപയോഗിച്ച് ഇഞ്ചിയുടെ നീരെടുത്ത് കുടിച്ചാൽ വയറുവേദന കുറയുമെന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കിയാൽ പിന്നീട് നമ്മളത് ചെയ്യും. പക്ഷെ അത് പിന്നീട് എന്തുകൊണ്ടാണ് എന്നുള്ളത് റിസർച്ച് നടത്തി കണ്ടുപിടിക്കണം. അപ്പം കൺക്ലൂഷൻ ശരിയാണ്, പക്ഷെ കാരണങ്ങൾ റിസർച്ചിലൂടെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പൗരാണിക ഭാരതീയർ എന്നും മനസ്സിലാക്കിയിരുന്നു ഗംഗയിലെ ജലം പരിശുദ്ധമാണ്. അതിൻ്റെ കാരണം അവർക്ക് കൃത്യമായി അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇന്ന് ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ ആ കാരണം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കപ്പെടുന്നു. അതിൻ്റെ കാരണം ഈ നദിയിലുള്ള ബാക്ടീരിയോ ഫേജസിൻ്റെ ഒരു ആധിക്യമാണ്. അതായത് 1000-ലധികം തരത്തിലുള്ള ബാക്ടീരിയോ ഫേജസ് ആണ് ഗംഗയിലുള്ളത്, 1000-ലധികം വെറൈറ്റി. ഈ പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ മറ്റേത് നദിയിലുള്ളതിനേക്കാളും 50 മടങ്ങ് കൂടുതലാണ് ഗംഗയിലെ ബാക്ടീരിയോ ഫേജസ്. ഒരുപക്ഷെ ഗംഗാനദിയിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം ഇത്രയും ബാക്ടീരിയോ ഫേജസിനെ ഇത്രയധികം സൃഷ്ടിക്കുന്നതും അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഗംഗാനദിയിൽ ഉണ്ടാക്കി കൊടുത്തത്. എന്തായാലും ഇതിനെതിരെ സംസാരിച്ച സമൂഹത്തിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചവര് അവരിപ്പം മിണ്ടുന്നില്ല. അവരിതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. ഞാൻ ഏതെങ്കിലും മലയാളം മാധ്യമങ്ങളിൽ ഇപ്പം CK വിനീതിൻ്റെ അഭിപ്രായം മുൻ പേജുകളിൽ അടിച്ച് കസറിയിട്ടുള്ള മലയാളം പത്രങ്ങളിൽ എവിടെങ്കിലും അജയ് ശങ്കറിൻ്റെ ഈ പഠന റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല.
പാർത്ഥം കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ സി കെ വിനീതിൻ്റെ ഫോട്ടോ അധികം വെച്ചിട്ട് എല്ലായിടവും പ്രദർശനമുണ്ട്. സി കെ വിനീതിന് ഇതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ എന്ത് വൈദഗ്ധ്യമാണുള്ളത്. അത് നമ്മൾ ജനാധിപത്യം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് പറയാൻ ജ്ഞാനമുള്ള, നമുക്ക് ആധികാരികതയോടെ സംസാരിക്കാൻ കഴിയുന്ന വിഷയങ്ങളിലെ നമ്മൾ സംസാരിക്കാവൂ. ഇപ്പം ഞാൻ വന്നിട്ട് ന്യൂക്ലിയർ വിസ്ഫോടനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നതിനെ എനിക്ക് എതിർക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല. എനിക്ക് സാമാന്യ ജ്ഞാനമേ ഉള്ളൂ. ഈ സാമാന്യ ജ്ഞാനം കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയൊരു അളക്കുന്ന ഗ്ലാസും കൊണ്ട് സമുദ്രത്തിലെ ജലം അളക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് നമ്മുടെ കേരളത്തിലെ പുരോഗമനവാദികളുടെ ഒരു കുഴപ്പം. അവർ പറയുന്നത് പുരോഗമനമല്ല. അതാണ് അവർ യഥാർത്ഥത്തിൽ ഇത്തരം ശരിക്കു പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ അവരുടെ മനസ്സിലാണുള്ളത്. സൂപ്പർസ്റ്റിഷനാണ് അത്. തങ്ങൾക്ക് അറിയാവുന്ന തങ്ങളുടെ കൈവശമുള്ള ഈ ചെറിയൊരു അളവ് പോലും കൊണ്ട് ഈ ലോകത്ത് ഹിമാലയത്തെ വരെ, എവറസ്റ്റിനെ വരെ നമ്മൾ അടന്ന് റെഡിയാക്കി കളയുമെന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം. ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയില്ല, വേറെ വിഷയങ്ങളെക്കുറിച്ച് പറയും. എന്തായാലും അജയ് ശങ്കറിന്റെ പഠന റിപ്പോർട്ട് എല്ലാ സംശയങ്ങളെയും ദൂരീകരിച്ചിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും കൃത്യമാണ്, വ്യക്തമാണ്. ഗംഗയുമായി ബന്ധപ്പെട്ട് എന്താണ് ഗംഗയിലെ വെള്ളം അല്ലെങ്കിൽ ഗംഗയിലെ ജലം പരിശുദ്ധമാണ് എന്ന് പൗരാണികമായി തന്നെ പറഞ്ഞു വരുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതിലേക്ക് വരെ നമ്മൾ ഈ പഠന റിപ്പോർട്ട് ഒരു ഉത്തരമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഇത്രയും വാല്യുബിളായ ഒരു ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിനും അങ്ങേക്ക് നന്ദി. നമസ്തേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.